ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കുറച്ച് വൈൽ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് കാണാൻ പോകുന്നത്. സോ ഈ വൈൽ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോഗ്രാംസിൽ ആദ്യം വിൽ സി റിവേഴ്സിങ് എ നമ്പർ. റിവേഴ്സിങ് എ നമ്പർ. അപ്പൊ ലെറ്റ് ഒരു എൻ എന്ന് പറഞ്ഞാൽ എന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 234 ആണെന്ന് വിചാരിക്കാം. നമുക്ക് റിവേഴ്സ്ഡ് നമ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? 432 അല്ലെ? അപ്പൊ ഈ രണ്ട് നമ്പർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വ്യത്യാസമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ 234 എന്തെങ്കിലും ഡിജിറ്റ്സ് വ്യത്യാസം വരുന്നുണ്ടോ? 432 ഇല്ല. ജസ്റ്റ് പൊസിഷൻസ് മാറുന്നേ ഉള്ളൂ. ഇത് 432 എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ കിട്ടുന്നത്? 234 ഡിജിറ്റ്സിന്റെ പൊസിഷൻസ്, ഓരോ ഡിജിറ്റ്സിനെയും എടുത്ത് അതിന്റെ പൊസിഷൻസ് മാറ്റണം. ഓക്കെ, ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുക. ഓരോ ഡിജിറ്റ്സിനും നമ്മൾ എടുത്തിട്ട് ആ ഡിജിറ്റ്സിന്റെ പൊസിഷൻ ഫിക്സ് ചെയ്യുക. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 സ്റ്റെപ്പിലാണ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് ഓരോ ഡിജിറ്റിനെയും എടുക്കുക എന്ന് പറഞ്ഞാൽ 234 നിന്ന് ഒരു ഡിജിറ്റിനെ, അതായത് നമുക്ക് വൺസ് പ്ലേസ് ചെയ്യുന്നതാണ് ഡിജിറ്റ്സിന് എടുക്കാൻ പറ്റുക. അപ്പൊ ഓരോ ഡിജിറ്റിനും എടുക്കണമെങ്കിൽ മോഡുലോ ഡിവിഷൻ 10 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ മോഡുലോ ഡിവിഷൻ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആദ്യം കിട്ടുക 4 ആയിരിക്കും. എന്താണത്? റിമൈൻഡർ ആണ് നമ്മൾ എടുക്കുന്നത്. മോഡുലോ ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? റിമൈൻഡർ ആണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ 234നെ മോഡുലസ് 10 ചെയ്യും, അപ്പൊ നമുക്ക് 4 കിട്ടി. ഇനി ഈ കിട്ടിയ 4നെ നമ്മുടെ നമ്പറിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് നമ്പറിന്റെ ആവശ്യമില്ല, നമ്പറിൽ 4 കിട്ടിയല്ലോ. ഓരോ നമ്പറിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഒറിജിനൽ നമ്പറിൽ നിന്ന് ആ നമ്പറിനെ കളയണം. എങ്ങനെയാണ് എന്റെ നമ്പറിനെ കളയുക? ഈ നമ്പറിനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. നമ്പർ ഡിവൈഡഡ് ബൈ 10. അപ്പൊ എത്ര വരും? 20. ഓക്കെ, പോയിന്റ് വാല്യൂസ് മാത്രം എടുക്കുക. 23.4 എന്നാണ് കിട്ടുക. 0.4 കളയുക, 23 മാത്രം എടുക്കുക. സോ ഇവിടെ ഈ രണ്ട് ഓപ്പറേഷൻസ് മസ്റ്റ് ആണ്. അതായത് നമ്മൾ ഓരോ ഡിജിറ്റ്സിനും എടുക്കാനായിട്ട് മോഡുലസ് 10 ചെയ്യും നമ്മുടെ നമ്പറിനെ. എന്നിട്ട് ആ കിട്ടിയ ഡിജിറ്റിനെ കളയാനായിട്ട് നമ്മുടെ നമ്പർ എന്ന് പറയുമ്പോൾ ഇനി അപ്ഡേറ്റ് ചെയ്ത നമ്പർ എത്രയാണ്? നമ്പർ ബൈ 10 ചെയ്യും. ഓക്കെ, ഇതിന്റെ ഇടയിലാണ് നമ്മൾ റിവേഴ്സ് ചെയ്യാനുള്ള ഇക്വേഷൻ എഴുതുക. റിവേഴ്സ് നമ്പർ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക വെച്ചാൽ റിവേഴ്സ് നമ്പർ ഇൻറ്റു 10 പ്ലസ് ഈ കണ്ട റിമൈൻഡർ. ഇതാണ് ഇക്വേഷൻ. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ ഇൻറ്റു 10 എന്ന് പറഞ്ഞ വർക്ക് ചെയ്യുന്നത് പൊസിഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് ഇതിനെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റു 10 ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ റിവേഴ്സ് നമ്പർ വിൽ ബി 0. ഓക്കെ, റിവേഴ്സ് നമ്പറിന്റെ വാല്യൂ എന്തായിട്ട് എടുക്കുന്നത്? 0 ആയിട്ട് എടുക്കുന്നത്. സോ 0 ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആൻസർ വരിക? 4 ആണ് വരിക. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എഗെയിൻ ഈ 3 സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. എഗെയിൻ നമ്മൾ റിമൈൻഡർ കാണും. ഇപ്പൊ റിമൈൻഡർ കാണുമ്പോൾ നമ്മളുടെ നമ്പർ എന്തായി അപ്ഡേറ്റ് ചെയ്യും? തൊട്ട് മുന്നിലത്തെ സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് പോകുന്നത് കേട്ടോ. തൊട്ട് മുന്നിലത്തെ സ്റ്റെപ്പിൽ ഞാൻ എന്റെ നമ്പറിൽ എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ 4 കളഞ്ഞ് 23 ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സ്റ്റെപ്പിൽ എന്റെ നമ്പർ ഡിവൈഡഡ് മോഡ് 10 എന്ന് പറയുമ്പോൾ 23 മോഡ് 10 ആണ് വരിക. 23 മോഡ് 10 എന്ന് പറയുമ്പോൾ എത്രയാണ് 23 മോഡ് 10? വിച്ച് ഇസ് 3. അടുത്ത ഡിജിറ്റ് എടുത്തു. ആ ഡിജിറ്റിന്റെ പൊസിഷൻ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യും? റിവേഴ്സ് നമ്പർ ഈക്വൽ ടു റിവേഴ്സ് നമ്പർ ഇൻറ്റു 10. 0 അല്ല ഇപ്പൊ റിവേഴ്സ് നമ്പർ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പിൽ 4 ആണ്. സോ 4 ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ ഇസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 40 പ്ലസ് 3 43. ഇനി നമ്മളുടെ നമ്പറിൽ ഈ ഒരു 3 ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഈക്വൽ ടു നമ്പർ ബൈ 10 വിച്ച് ഇസ് ഈക്വൽ ടു 2.3 വേർ ഇന്റിജർ നമ്പർ വിൽ ബി ടേക്കൺ. ഓക്കെ, ഇനി അഗെയിൻ നമ്മൾ റിവേഴ്സ് നമ്പർ ഫുൾ ആയിട്ടില്ല. അഗെയിൻ സെയിം പ്രൊസീജിയർ. റിമൈൻഡർ എന്ന് പറയുമ്പോൾ എന്റെ നമ്പർ മോഡ് 10. ഇപ്പൊ നമ്പർ എത്രയായിരുന്നു? മുകളിലത്തെ സ്റ്റെപ്പിൽ നമ്മൾ എത്രയായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? 2 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോഡ് 10 എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് 2നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ന്യൂമറേറ്റർ ഇസ് ലെസ് ദാൻ ദ ഡിനോമിനേറ്റർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാൾ ലെസ് ആയിട്ടുള്ള കേസ് മോഡുലോ ഡിവിഷനിൽ വന്നു കഴിഞ്ഞാൽ ഡയറക്ട്ലി റൈറ്റ് ദ ന്യൂമറേറ്റർ ഇറ്റ് സെൽഫ് ആസ് ദ ആൻസർ. ഓക്കെ, നൗ റിവേഴ്സ് നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? റിവേഴ്സ് നമ്പർ ഈക്വൽ ടു റിവേഴ്സ് നമ്പർ ഇൻറ്റു 10. റിവേഴ്സ് നമ്പർ തൊട്ട് മുകളിൽ കണ്ട റിവേഴ്സ് നമ്പർ എത്രയാണ്? 43 ഇൻറ്റു 10 പ്ലസ് 2 അല്ലെ റിമൈൻഡർ. ഇനി എന്റെ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? മുന്നിലത്തെ നമ്പർ ഡിവൈഡഡ് ബൈ 10. നമ്പർ ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 0.2 എന്നാണ് കിട്ടുക. ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. സോ ഇപ്പൊ ഇനി എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് 432 ആണ് കിട്ടേക്കുന്നത്. അപ്പൊ എന്റെ നമ്പർ ഡിവൈഡ് ചെയ്ത് 0 എത്തിയപ്പോ എനിക്ക് റിവേഴ്സ് നമ്പർ കിട്ടി ഇല്ലേ? നമ്പർ റിവേഴ്സ് ആയി വന്നു. നമ്പർ 0 ആവും തോറും ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ 3 സ്റ്റെപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്പർ 0 ആയ എന്റെ നമ്പർ 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെയല്ലേ ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായത്? സോ ഇതാണ് ഈ 3 സ്റ്റെപ്പാണ് നമ്മളിപ്പോ പ്രോഗ്രാമിംഗിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. സോ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഡിക്ലറേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇന്റ് എന്തൊക്കെ വേണം നമുക്ക്?
ഒരു നമ്പർ റീഡ് ചെയ്യണം. അതായത് നമുക്ക് റിവേഴ്സ് ചെയ്യാനുള്ള നമ്പർ റീഡ് ചെയ്യണം, റിമൈൻഡർ കണ്ടുപിടിക്കണം, റിവേഴ്സ്ഡ് നമ്പർ എന്ന് പറഞ്ഞ കണ്ടുപിടിക്കണം, അത് ഇനീഷ്യലി 0 ആണ്. പിന്നെ അതുപോലെ തന്നെ ഐ അല്ല, ആവശ്യമുള്ള വേരിയബിൾസ് പിന്നെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എൻറ്റർ ദ വാല്യൂ ഓഫ് എൻ, അതായത് റിവേഴ്സ് ചെയ്യേണ്ട നമ്പർ ഏതാണ് എന്ന് ചോദിച്ചു. സ്കാൻഎഫ് പെർസെൻറ്റേജ് ഡി കോമ ആംപർസാൻഡ് എൻ, എന്നിലേക്ക് കയറ്റി. ഇനി നമ്മൾ റിവേഴ്സ് ചെയ്യാൻ പോവാണ് അല്ലേ. നമ്മൾ പറഞ്ഞത് 3 സ്റ്റെപ്പ് നമുക്ക് ചെയ്യണം. ആ 3 സ്റ്റെപ്പ് എങ്ങനെയാ ചെയ്യേണ്ടത്? എന്റെ എൻ നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് 3 സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഏതൊക്കെ 3 സ്റ്റെപ്പ്? എന്റെ റിമൈൻഡർ കണ്ടുപിടിക്കണം, എൻ മോഡ് 10 ചെയ്താൽ റിമൈൻഡർ കിട്ടും. ഈ റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിവേഴ്സ് നമ്പർ കാണാം. റിവേഴ്സ് നമ്പർ ഈക്വൽ ടു റിവേഴ്സ് നമ്പർ ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ, ഇതല്ല ഇക്വേഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഡിജിറ്റ് റിമൈൻഡർ ആയിട്ട് കിട്ടിയല്ലോ, അതിനെ എനിക്ക് എന്റെ നമ്പറിൽ നിന്ന് കളയണം. അപ്പൊ നമ്പർ ഈക്വൽ ടു നമ്പർ ഡിവൈഡഡ് ബൈ 10. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്പർ 0 ആവുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് വന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് റിവേഴ്സ്ഡ് നമ്പർ ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി കോമ റിവേഴ്സ് നമ്പർ എവിടെയാ ഉണ്ടാവുക? REVNO എന്ന് പറഞ്ഞ വേരിയബിളിലല്ല ഉണ്ടാവുക, അതല്ല ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഒന്ന് റൺ ചെയ്ത് നോക്കുക. എന്നിന്റെ വാല്യൂ 123 ആണെങ്കിൽ 321 വരും. ദിസ് ഇസ് ഹൗ യു വിൽ റിവേഴ്സ് എ നമ്പർ. ഓക്കെ, ഇതിനോട് ചേർന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പാലിയൻഡ്രോം. പാലിയൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീഡ് ചെയ്ത നമ്പറും റിവേഴ്സ് ചെയ്ത നമ്പറും സെയിം ആണെങ്കിൽ നമുക്ക് പാലിയൻഡ്രോം ആണെന്ന് പറയാം. ഓക്കെ, സോ റീഡ് ചെയ്ത നമ്പർ നമ്മൾ ഏതിലേക്ക് റീഡ് ചെയ്ത്? എന്നിലേക്കാണ് റീഡ് ചെയ്തത്. റിവേഴ്സ് ചെയ്ത നമ്പർ എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? റിവേഴ്സ് നമ്പറിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് രണ്ടും സെയിം ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, സോ പാലിയൻഡ്രോം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ട ഈ ഒരു കൺസെപ്റ്റ് എന്തായാലും എഴുതണം. നമ്പർ റിവേഴ്സ് ചെയ്യേണ്ടത് എഴുതണ്ടേ? അത് എഴുതണം. കൂടെ നമ്മൾ റീഡ് ചെയ്ത നമ്പർ എന്നിലാണ് ഉള്ളത് അല്ലേ. പക്ഷെ ഈ വൈൽ ലൂപ്പ് കഴിഞ്ഞ് ഇവിടെ പുറത്തേക്ക് വരുമ്പോൾ എന്നിൽ നമ്മൾ റീഡ് ചെയ്ത നമ്പർ ഉണ്ടാവോ? ഇല്ല. ബിക്കോസ് ഈ വൈൽ ലൂപ്പ് എന്താ ചെയ്യുന്നത്? ഓരോ പ്രാവശ്യം വൈൽ ലൂപ്പ് എന്നിനെ ഡിവൈഡ് ചെയ്ത് വൈലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും എന്നിന്റെ വാല്യൂ 0 ആയിട്ടുണ്ടാവും. എന്നിന്റെ വാല്യൂ 0 ആയാൽ മാത്രമേ ഈ വൈലിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ റീഡ് ചെയ്ത വാല്യൂ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ വൈലിലേക്ക് കയറിയ അപ്പൊ അത് എന്നിനെ 0 ആക്കാതെ അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വൈലിലേക്ക് കയറുന്നതിന് മുന്നേ ഈ എന്നിനെ ഒരു ടെമ്പററി വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. വെറുതെ വേറൊരു വേരിയബിൾ കോപ്പി എടുത്ത് വെക്കും നമുക്ക്. ഓക്കെ, അപ്പൊ ആ ഒരു വേരിയബിളിന്റെ പേര് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് എന്താ നോക്കുക? അതായത് വൈലിന്റെ പുറത്ത് വരുമ്പോൾ റീഡ് ചെയ്ത നമ്പർ എവിടെ ഉണ്ടാവും? എന്നിൽ ഉണ്ടാവില്ല. ഇപ്പൊ ടെമ്പിലാണ് നമ്മൾ സേവ് ചെയ്ത് കോപ്പി എടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത്, എന്നെ മാറ്റി. ഓക്കെ, സോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് റീഡ് ചെയ്ത നമ്പറും റിവേഴ്സ് ചെയ്ത നമ്പറും സെയിം ആണോ അല്ലയോ, ഇഫ് എൽസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് പാലിയൻഡ്രോം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് നോട്ട് പാലിയൻഡ്രോം ആണല്ലോ. ഇവിടെ ആകെ ഒരു എക്സ്ട്രാ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ വാല്യൂവിനെ റീഡ് ചെയ്ത വാല്യൂവിനെ സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് മാത്രമേ എക്സ്ട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. Else it is not palindrome. ഓക്കെ, സോ നമ്മൾ റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വാല്യൂ ഓഫ് n 234 ആണെന്ന് വിചാരിക്കാം. ഇറ്റ് ഇസ് നോട്ട് പാലിയൻഡ്രോം. ഇനി നമ്മൾ 121 എൻ്റർ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് ഇസ് പാലിയൻഡ്രോം. മനസ്സിലായല്ലോ? റിവേഴ്സ് നമ്പറും പാലിയൻഡ്രോമും എന്താന്നുള്ളത്. ഇതേ കൺസെപ്റ്റില് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ആംസ്ട്രോങ് നമ്പർ. ഓക്കെ, ആംസ്ട്രോങ്, ARMSTRONG. ചെക്ക് വെദർ എ നമ്പർ ഇസ് ആംസ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 153 എന്ന് പറഞ്ഞൊരു നമ്പർ 3 ഡിജിറ്റ് നമ്പർ ആണ് അല്ലെ. അപ്പോ ഈ നമ്പർ ആംസ്ട്രോങ് ആവണം എന്ന് പറയണമെങ്കിൽ 1 ക്യൂബ് പ്ലസ് 5 ക്യൂബ് പ്ലസ് 3 ക്യൂബ്
should be equal to 153 itself. അതായത് നമ്മൾക്ക് 1 ക്യൂബ് പ്ലസ് 5 ക്യൂബ് പ്ലസ് 3 ക്യൂബ് എന്ന് പറയുന്നത് 153 ആയിരിക്കണം. അതാണ് ആംസ്ട്രോങ്. പിന്നെ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 153 ആണ് എന്റെ നമ്പർ എന്നെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് 1 പ്ലസ് 5 പ്ലസ് 3. ഇത് സിമ്പിൾ ആണല്ലോ. നമുക്ക് എങ്ങനെയാണ് ഓരോ ഡിജിറ്റ് എടുക്കണേന്ന് പറയാം. ഓരോ പ്രാവശ്യവും ഡിജിറ്റ് എടുക്കുക, അത് അടുത്ത വാല്യൂന്റെ ഒപ്പം അടുത്ത സമ്മിന്റെ ഒപ്പം അടുത്ത റിമൈൻഡർ ആഡ് ചെയ്യുക, സമ്മിന്റെ ഒപ്പം അടുത്ത റിമൈൻഡർ ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പൊ അതിനെങ്ങനെയായിരിക്കും സ്റ്റെപ്പ്? സെയിം സ്റ്റെപ്പുകൾ തന്നെ, റിവേഴ്സ് നമ്പർ അല്ല. ഇവിടെ നമുക്ക് സമ്മാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം റിമൈൻഡർ കണ്ടു. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? സം കാണുന്നത് എങ്ങനെയാ? ഓരോ പ്രാവശ്യവും സമ്മിന്റെ കിട്ടിയ സമ്മിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ റിമൈൻഡറിനെ ആഡ് ചെയ്യുക. ഓരോ പ്രാവശ്യം റിമൈൻഡർ എന്താ നമുക്ക് കിട്ടുക? 3 കിട്ടും, 5 കിട്ടും. 3 കിട്ടിക്കഴിഞ്ഞാൽ 3 അവിടെ വയ്ക്കുക. 5 കിട്ടിക്കഴിഞ്ഞാൽ മുന്നേ കിട്ടിയ സമ്മിന്റെ കൂടെ 5 ആഡ് ചെയ്യുക. ആ 5ഉം 3ഉം കിട്ടിക്കഴിഞ്ഞാൽ ആ സമ്മിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? സം പ്ലസ് റിമൈൻഡർ. ഓരോ പ്രാവശ്യവും ഒരു കിട്ടുന്ന റിമൈൻഡറിന്റെ കൂടെ സം ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, സോ നമ്മള് ഇപ്പോ എത്രയാണ്, എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുക? പ്രിന്റ് പെർസെന്റേജ് ഡി കോമ സം. സം ഓഫ് ദ ഡിജിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. റൺ ചെയ്ത് നോക്കുമ്പോ സം പ്ലസ് റിമൈൻഡർ 123 ആണെന്ന് വിചാരിക്കാം. 3, 4, 5, 6. സോ സമ്മ് ഇനീഷ്യലി നമ്മൾ എന്തുകൊണ്ടാണ് ആ വാല്യൂ വന്നത്? സമ്മില് ഇനീഷ്യലി 0 ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നേരത്തെ സമ്മിൽ ഉണ്ടായ എപ്പോഴെങ്കിലും എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതായിട്ട് പ്ലസ് ചെയ്തിട്ടാണ് അങ്ങനെ വന്നത്. ഇനി നമ്മൾ 123 കൊടുത്തു കഴിഞ്ഞാൽ 6 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ കണ്ടോ, ഒരു സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. സോ ഈ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ ഞാൻ പറയാൻ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ഒരു ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആംസ്ട്രോങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 1 പ്ലസ് 5 പ്ലസ് 3 ആ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? 1 ക്യൂബ് പ്ലസ് 5 ക്യൂബ് പ്ലസ് 3 ക്യൂബ് ആ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് ഈ റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യം സം ഇസ് ഈക്വൽ ടു സം പ്ലസ് റിമൈൻഡർ ഇൻറ്റു റിമൈൻഡർ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ആംസ്ട്രോങ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? റീഡ് ചെയ്ത നമ്പറും ഈ കിട്ടിയ സമ്മും സെയിം ആണോ എന്ന് നോക്കണം. അതാണല്ലോ നോക്കേണ്ടത്. അപ്പൊ ഈ റീഡ് ചെയ്ത നമ്പർ എന്ന് പറയുന്നത് നമ്മളുടെ എന്നിൽ ഉണ്ടാവില്ല. നേരത്തെ അതേ കൺസെപ്റ്റ് എന്നിനെ ഡിവൈഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ടെമ്പിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. റീഡ് ചെയ്ത നമ്പർ ടെമ്പിൽ ഉണ്ടാവും, സം ചെയ്ത നമ്പർ സമ്മിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യേണ്ടത്? ടെംപ് ഈക്വൽ ടു സം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ടെമ്പും സമ്മും സെയിം ആണോ? ആണെങ്കിൽ പ്രിന്റ് ആംസ്ട്രോങ് ആണ്. ഓക്കെ, മെസ്സേജ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എൽസ് പ്രിന്റ് നോട്ട് ആംസ്ട്രോങ്. ക്ലിയർ ആണോ? നമ്മളിത് റൺ ചെയ്യുമ്പോ ഒരു വാല്യൂ 153. ഇറ്റ് ഈസ് ആംസ്ട്രോങ് നമ്പർ. 1 ക്യൂ പ്ലസ് 5 ക്യൂ പ്ലസ് 3 ക്യൂ 153 തന്നെയാണ്. അപ്പോ അതുകൊണ്ടാണ് ആംസ്ട്രോങ് നമ്പർ എന്ന് വന്നത്. ഇനി നമ്മൾ റൺ ചെയ്ത് വേറൊരു നമ്പർ 123. ഇറ്റ് ഇസ് നോട്ട് ആൻ ആംസ്ട്രോങ് നമ്പർ. സോ ഇറ്റ് ഷോസ് ഇറ്റ് ഇസ് നോട്ട് ആൻ ആംസ്ട്രോങ് നമ്പർ. സോ ദിസ് ഇസ് ഹൗ യു വിൽ വർക്ക് വിത്ത് വൈൽ ലൂപ്സ്. സോ ഇവിടെ നമ്മൾ ഒരു 4 ക്വസ്റ്റ്യൻസോളം കണ്ടു. റിവേഴ്സ് എ നമ്പർ, പാലിയൻഡ്രോം, സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ, അതുപോലെ തന്നെ ആംസ്ട്രോങ് നമ്പർ. ഇതല്ലാതെ പിന്നെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൗണ്ട് ദ ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഒരു സെയിം കൺസെപ്റ്റിലാണ്. ദാറ്റ് ഈസ് ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ വൈൽ ലൂപ്പിന്റെ ഉള്ളിലത്തെ കൺസെപ്റ്റ്, അതിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അത് പല സബ്ജക്ട്സ്, പല ടോപ്പിക്സിലും ഒരു ആപ്ലിക്കേഷൻസിൽ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.